പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. എന്റെ ലിഖിതേ, ആ ബലൂണൊക്കെ മാറ്റി വെക്ക്. നല്ല രസമില്ലേ ബലൂണൊക്കെ തട്ടിക്കളിക്കാൻ? ഈ ഗെയിം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി എടുത്തല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? മാറ്റി വെക്കണോ? നീ മാറ്റി വെക്കണം. പുതിയ ഗെയിമാണ് നമുക്ക് പാർട്ടിസിപ്പൻസിന് കൊടുക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ മാറ്റി വെക്കാല്ലേ. വെറൈറ്റി ഗെയിം പിടിക്കാം. വെറൈറ്റി വേണോട്ടോ. വെറൈറ്റി എന്തായാലും ഉണ്ടാവും. നമുക്ക് ആദ്യം എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തുടങ്ങാം എപ്പിസോഡ്. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്വിസ് ടീമിലേക്ക് ഏവർക്കും സ്വാഗതം. താമരശ്ശേരി രൂപതയിലെ താമരശ്ശേരി ഫൊറോനയിലെ മേരി മാതാ കത്തീഡ്രൽ ഇടവക ദേവാലയത്തിലാണ് സമ്മാനങ്ങളുടെ പെരുമഴ വർഷിക്കാനായി നമ്മുടെ പ്രേക്ഷിത വാഹിനി വന്ന് എത്തി നിൽക്കുന്നത്. നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള ഓഡിയൻസും നമ്മുടെ പാർട്ടിസിപ്പൻസും അതുപോലെ തന്നെയാണ് അല്ലെ. മൊത്തത്തിലൊരു സന്തോഷത്തിന്റെ ആംബിയൻസ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട, നമ്മുടെ ബാക്കി നിൽക്കുന്ന 3 പാർട്ടിസിപ്പൻസിനെ ഏറെ സ്നേഹത്തോടെ MSTD പ്രേക്ഷിത വാഹിനിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി. അടുത്തത് കേറാൻ പോകുന്നേ? ആർക്കും കേറണ്ടേ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഒരാൾ കയറണം പ്രേക്ഷിത വാഹനിൽ. ഒരു കാര്യം ചെയ്യാം, പതിവ് പോലെ തന്നെ ഒരു ഗെയിം കൊടുക്കാം. ഗെയിം എന്താന്ന് പറയട്ടെ. ബൈബിളിലെ കുറച്ച് വ്യക്തിത്വങ്ങളെ ഞങ്ങൾ പറയും. അവര് ബൈബിളിൽ വരുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതായത് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് വിശുദ്ധ തോമസ് ലീഹ എന്നാണെങ്കിൽ വിശുദ്ധ തോമസ് ലീഹ വരുന്ന ബൈബിൾ ഭാഗം ചെറുതായിട്ടൊന്ന് പറയണം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റു പറഞ്ഞ വ്യക്തി, ഈശോയുടെ ശിഷ്യൻ. അങ്ങനെയല്ലേ നമ്മൾ തോമസ് ലീഹനെ ഏറ്റവും കൂടുതൽ അറിയുന്നത്. അങ്ങനെ നമ്മുടെ ബൈബിളിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള സ്ലീഹന്മാരെയോ അതുപോലെ മറ്റ് പ്രവാചകന്മാരെയോ ആരെയെങ്കിലുമൊക്കെ ഞങ്ങൾ പേര് പറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണോ അവരുടെ വചനഭാഗം പറയുന്നത് അയാളായിരിക്കും അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അവർക്ക് ആ ഒരു പ്രവാചകനെയോ അല്ലെങ്കിൽ സുവിശേഷകനെയോ നമുക്ക് കൊടുത്താലോ? പറയട്ടെ. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറുതന്നെ കൊടുത്തേക്കാം. കൊടുക്കട്ടെ? ആരാണോ ആദ്യം കൈപൊക്കി പറയുന്നത് നമുക്ക് നോക്കാല്ലേ. മോശ. അലന്റെയാണ് ആദ്യം കൈപൊക്കിയേക്കുന്നത്. മോശ കൽപ്പലകകൾ ദൈവത്തിന്റെ അടുത്തു നിന്നും കൊണ്ടുവന്നു. അടുത്തത് പത്രോസ് ലീഹ. അവിടെ കൈപൊക്കിയിട്ടുണ്ട്. പത്രോസ് ലീഹയുടെ വചനഭാഗം ഏതാണ്? ആ സിറ്റുവേഷൻ. പത്രോസ് ലീഹ ഈശോയെ തള്ളി പറയുന്നുണ്ട് ഈശോയുടെ പീഡാസഹനത്തിന് മുൻപ്. പത്രോസ് ലീഹ ഈശോയെ തള്ളി പറയുന്ന രംഗമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വേഗം കൈപൊക്കി ഏറ്റവും കൂടുതൽ വചനഭാഗങ്ങൾ പറയുന്ന ആളായിരിക്കും നമ്മുടെ പ്രേക്ഷിത വാഹനിൽ കയറാൻ പോകുന്നത്. ലാസ്റ്റ് ചാൻസ് ആണ്, അപ്പോൾ പറഞ്ഞോളൂ. വിശുദ്ധ പൗലോസ് ലീഹ. പൗലോസ് ലീഹ ക്രിസ്തുമതത്തിൽ വിശ്വസിച്ചിരുന്നവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പിന്നീടാണ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ആളെ മാറിയത്.
അങ്ങനെ ഈ അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരവും പറഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനി കയറാൻ പോകുന്നത് ആരാണ്? അലീനയാണ് അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹനിൽ കയറാൻ പോകുന്നത്. ഒരു കയ്യടി കൊടുത്തേ. ബാക്കി രണ്ടുപേർക്കും സീറ്റിലേക്ക് മടങ്ങാം. വിഷമൊന്നുമില്ലല്ലോ. ഓക്കെ, അലീന പ്രേക്ഷിത വാഹനിൽ കയറാൻ ഇങ്ങനെ റെഡി ആയിട്ട് ഇവിടെ നിൽക്കാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ കയറ്റിയാൽ ശരിയാകോ? അലീനയെ നമുക്ക് പരിചയപ്പെടണം. അതിനായിട്ട് അലീനയുടെ ഒരു മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. Beauty in a circle, either black or white, no matter but a circle. Embrace me so tight, the radiant beams so far away, not close as it seems, but leads my way. She's alone up there, like me down here. Her world is so wide, mine's with tide. Stars around twinkles always, people around minkles always, but still she's left back. I'm left in my track. ഹായ്, എൻ്റെ പേര് അലീന ട്രീസ ജോർജ്. എൻ്റെ വീട് തലയാടാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ, മമ്മി, അമ്മ, അനിയൻ ഉണ്ട്. എൻ്റെ അച്ഛൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. എൻ്റെ നാടിനെ പറ്റി പറയുമ്പോൾ അതൊരു മലയോര പ്രദേശമാണ്. ഇവിടെ ഒരുപാട് പുഴകളും തോടും വയലുകളും ഒക്കെ ഉണ്ട്. പുഴക്കരയിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നല്ല നല്ല കവിതകൾ എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. അവയെല്ലാം ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചിടാറുണ്ട്. ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയാൻ വേണ്ടി എൻ്റെ ഇടവകയിൽ, എൻ്റെ ദേവാലയത്തിൽ ഞാൻ പോകാറുണ്ട്. എൻ്റെ ഇടവകയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഇടവക വിശുദ്ധ ഗീവർഗീസ് പുണ്യാളന്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയാണ്. ഞാൻ എൻ്റെ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും അതിനുവേണ്ടി നന്ദി പറയാൻ ദൈവത്തിൻ്റെ അടുത്ത് പോകണമെന്ന് എൻ്റെ അമ്മ എന്നെ ചെറുപ്പം മുതലേ പഠിപ്പിക്കാറുണ്ട്. അമ്മ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേട്ട് ഞാൻ ഇടവകയിൽ പോകാറുണ്ട്, അമ്മയോടൊപ്പം പോകാറുണ്ട്. ചെറുപ്പം മുതലേ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഈശോയുമായി നല്ലൊരു ബന്ധം എനിക്കുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നത് ജീവിതത്തിലെ വലിയൊരു സന്തോഷമായി ഞാൻ കണക്കാക്കുന്നു. നല്ലൊരു പ്രൊഫൈൽ നമ്മൾ കണ്ടല്ലേ. അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് നല്ല രീതിയിൽ കവിതയൊക്കെ രചിക്കും അല്ലേ? എഴുതാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒട്ടും താമസിപ്പിക്കണ്ട, നമുക്ക് പ്രേക്ഷിത വാഹിനി കയറിയാലോ? റെഡിയാണോ? അതെ, റൂൾസ് എല്ലാം അറിയാലോ? അറിയാം. 4 റൗണ്ട്സ് ആണ്. ഇതിൽ ഏത് റൗണ്ടാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റൗണ്ടാണ് ജെറുസലേം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ് ഈ റൗണ്ടിൽ അലീനയെ കാത്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം കണ്ടാലോ? ആ, സീറോ മലബാർ സഭയിലേക്ക് മുഴുവനും വേണ്ടി നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത് ആർക്ക്? 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. മാർപ്പാപ്പയ്ക്ക്, കർദിനാൾ, KCBCക്ക്, മെത്രാൻമാരുടെ സിനഡിന്. മെത്രാൻമാരുടെ സിനഡിന്. ഉറപ്പാണ്? അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞില്ല, ഒരു ഡയറക്റ്റ് ചോദ്യം ബാക്കിയുണ്ട്. ആ ചോദ്യം കൂടി നമുക്ക് നോക്കാം. സാർവത്രിക സഭയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള വ്യക്തി ആര്? മാർപ്പാപ്പ. മാർപ്പാപ്പയാണ്. ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഉറപ്പാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാർപ്പാപ്പ, ഉത്തരം ശരിയാണ്. ജെറുസലേം റൗണ്ടിലെ 2 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞിട്ട് അലീന സമ്മാനത്തിന് അർഹയായിരിക്കുകയാണ്. സമ്മാനം കൊടുത്താലോ? ഇനി 3 റൗണ്ടാണ് അവശേഷിക്കുന്നത്. അടുത്ത റൗണ്ട് ഏതാണെന്ന് നോക്കിയാലോ? ഏത് റൗണ്ടാണ് അടുത്തായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്? ജെറീക്കോ. വിഷ്വൽ റൗണ്ടായ ജെറീക്കോയാണ് അലീന അടുത്തായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ആ വീഡിയോ കാണുക. അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ കുറിച്ചെടുക്കാനായിട്ട് അവിടെ ഒരു റൈറ്റിംഗ് പാഡും പെന്നും ഇരിപ്പുണ്ട്. ഈ വീഡിയോയിൽ നിന്നായിരിക്കും അലീനയ്ക്കുള്ള ചോദ്യം വരുന്നത്. നമുക്ക് വീഡിയോ കണ്ടാലോ? ആയിരത്തി 1831 മാന്നാനംകുന്നിലെ ഭാരതത്തിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസ സമൂഹമായ CMI സമൂഹം രൂപമെടുക്കുന്നത്. വിശുദ്ധ ചാവറ പിതാവിനാലും സ്ഥാപക പിതാക്കളാലും
ആ മാന്നാനം കുന്നിലെ ആ ശ്രമം 150 വർഷങ്ങൾക്ക് ശേഷം 1981 കെനിയയിൽ വന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് കെനിയയിൽ ആദ്യമായി വന്ന CMI വൈദികനാണ് എഡ്വേർഡ് പടിക്കലച്ചൻ. കെനിയയിൽ 26 രൂപതകളുണ്ട്. ആ രൂപതകളിൽ ഒന്നായ മച്ചാക്കോസ് രൂപതയിലെ അധ്യക്ഷനായിരുന്ന ഉർബാനോസ് കിയോക്കോ പിതാവ് ദേവമാതാ പ്രവിശ്യയിലെ അലക്സ് അച്ഛനോട് അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് എഡ്വേർഡ് അച്ഛൻ ആദ്യമേ ഇവിടെ വരാൻ ഇടവന്നത്. 1981 അത് സംഭവിക്കുക. ഉക്കമാനി റീജിയനിലെ ഖബ എന്ന സ്ഥലത്തുള്ള സ്കൂളിൽ പഠിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു എഡ്വേർഡ് അച്ഛൻ ഇവിടെ വന്നത്. ഏതാനും മാസങ്ങൾ കൊണ്ട് എല്ലാവരുടെയും ഹൃദയം കവർന്നെടുക്കുവാനുള്ള ഒരു കഴിവ് എഡ്വേർഡ് അച്ഛനുണ്ടായിരുന്നു. വീഡിയോ കണ്ടോ? നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തു? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം നോക്കിയാലോ? CMI സന്യാസ സമൂഹം ഏതു വർഷമാണ് കെനിയയിൽ എത്തിയത്? അവിടെ ആദ്യമായി എത്തിച്ചേർന്ന CMI വൈദികന്റെ പേര് എന്ത്? കെനിയയിൽ വന്നത് 1981. വന്ന വൈദികന്റെ പേര് എഡ്വേർഡ് പടിക്കൽ. ഉറപ്പാണ്? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യാം. 1981 ഫാദർ എഡ്വേർഡ് പടിക്കൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യത്തിന് സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ ഏത് റൗണ്ടാണെന്നുള്ളത് ഞങ്ങൾ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാമായിരിക്കും. ഓഡിയൻസ് റൗണ്ടാണ്. അപ്പം നിങ്ങൾ കാത്തിരിക്കുന്ന ആ ചോദ്യം ഇപ്പോൾ തന്നെ തരാം. ചോദ്യം ഇതാണ്: മേരി മാതാ കത്തീഡ്രൽ പള്ളി പ്രതിഷ്ഠിതമായത് ആർക്ക്? ആദ്യം കൈപൊക്കിയത് കുറെ പേര് പൊക്കിയത്, പക്ഷെ ആദ്യം കൈപൊക്കിയത് അവിടെ ഇരിക്കുന്ന ഒരു ചേച്ചിയാണ്. നമുക്ക് ആ ചേച്ചി വിളിച്ചാലോ? മുന്നോട്ട് പോരെ. നല്ലൊരു കൈയടി കൊടുത്തേ. പരിശുദ്ധ മറിയത്തിന്, മാതാവിന്. കുറേ പേര് കൈ പൊക്കിയിരുന്നു. കറക്റ്റ് ആണോ? അവിടെ ചേച്ചി ഇതേ കൈ അടിച്ചു കഴിഞ്ഞു. ആൻസർ കറക്റ്റ് ആണോ? അവൻ പറയുന്നത് കറക്റ്റ് ആണെന്നാണ്. ആൻസർ കറക്റ്റ് ആണ്. പരിശുദ്ധ അമ്മയ്ക്കാണ്. കൈയടിക്കേ. സമ്മാനം കൊടുക്കണ്ടേ? സമ്മാനം വേണ്ടേ? അങ്ങനെ 2 റൗണ്ടും ഒരു ഓഡിയൻസ് റൗണ്ടും അവസാനിച്ചിട്ടുണ്ട്. 3ാമത്തെ റൗണ്ടിലേക്ക് പോയാലോ? പോകാം. അവശേഷിക്കുന്നത് 2 റൗണ്ടാണ്. ഇതിൽ ഏതാണ് അടുത്തതായിട്ട് അലീന ചൂസ് ചെയ്യുന്നത്? മാർഗം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 2 വിശുദ്ധരെന്ന്. വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ എവുപ്രാസിയമ്മ. ആരെയാണ് അലീനയ്ക്ക് കൂടുതൽ ഇഷ്ടം? വിശുദ്ധ അൽഫോൻസാമ്മ. വിശുദ്ധ അൽഫോൻസാമ്മയെ തന്നെയാണോ ചൂസ് ചെയ്യുന്നതും? അതെ. അങ്ങനെയാണെങ്കിൽ ചോദ്യം നോക്കാം. നോക്കാം. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജന്മദിനം എന്ന്? 1910 ഓഗസ്റ്റ് 19. ഉറപ്പാണ്? ഉറപ്പാണ്. അത്ര ഉറപ്പാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. 1910 ഓഗസ്റ്റ് 19. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിലും ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യവും കറക്റ്റാക്കി സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. എനിക്കൊരു ഡാൻസ് കണ്ടാലോ എന്നൊരു ആഗ്രഹം. ഡാൻസ് കണ്ടാലോ എന്നങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. ആരെങ്കിലും ഉണ്ടോ ഡാൻസ് കളിക്കാനായിട്ട്? ആരെങ്കിലും? നിങ്ങൾ ആരെങ്കിലും സിനിമ കളിക്കുന്നുണ്ടോ? ഇല്ല, ഞാനല്ല. എന്നാലും നമ്മുടെ ഓഡിയൻസിൽ നിന്ന് ഒരാൾ വരണമല്ലോ. എന്തായാലും ആരെ വിളിക്കണം? ആരെ വിളിക്കണം? ആര് വരും ഡാൻസ് കളിക്കാനായിട്ട്? ഒരാളോട് ചിരിച്ച് തല കുലിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് നല്ലൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ? ആളെ തന്നെ വിളിക്കാം. അതെ, കട്ടിപ്പാറ ഇടവക ദേവാലയത്തിൽ നിന്നും അലോണയാണ് നമുക്ക് നല്ലൊരു ഡാൻസ് പെർഫോമൻസുമായിട്ട് വന്നിട്ടുള്ളത്. നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യാം.
യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നമ്മൾ കണ്ടത്. നല്ലൊരു കൈഡി കൊടുത്താലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും വൈകിക്കണ്ട, 4ാമത്തെ റൗണ്ടിലേക്ക് പോയാലോ? പോകാം. ബാക്കി നിൽക്കുന്നത് അഡ്ജൻഡസ് റൗണ്ട് ആണ്. തോമസ് ലിഹായെയും മിഷനെയും പരിചയപ്പെടുത്തുന്ന റൗണ്ടാണിത്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ടാകും. സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? അതെ. ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷൻ ആണ് അലീന ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഈശോ അപ്പസ്തോലന്മാരെ അയച്ചത് എങ്ങോട്ട്? 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഭൂമിയിൽ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അടുത്തേക്ക്, ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും, എല്ലാ ജനതകളുടെ ഇടയിലേക്കും, ഓരോ വ്യക്തിയുടെ അടുത്തേക്കും, സുവിശേഷം പ്രസംഗിക്കാൻ അനുകൂലമായ സാഹചര്യം ലഭിക്കുകയും വചനം ശ്രവിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുന്നവരുടെ അടുത്തേക്ക്, ഈശോ പോകുവാൻ ഉദ്ദേശിച്ചിരുന്ന ഗ്രാമങ്ങളിലേക്ക്. ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും, എല്ലാ ജനതകളുടെ ഇടയിലേക്കും, ഓരോ വ്യക്തിയുടെ അടുത്തേക്കും. ഉറപ്പാണ്? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയുടെ തീരദേശങ്ങളുമായുള്ള വാണിജ്യ ബന്ധം റോമാക്കാർ ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലായിരുന്നു? ഇന്ത്യയുടെ തീരദേശങ്ങളുമായുള്ള വാണിജ്യ ബന്ധം റോമാക്കാർ ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിൽ ആയിരുന്നു? വീട്ടിൽ നിന്ന് ആരാ വന്നിരിക്കുന്നേ? അമ്മയും അനിയനും. അമ്മയ്ക്കും അനിയനും അറിയാൻ പറ്റുമോ ആൻസർ? അറിയില്ല. അവരോട് ചോദിച്ചു നോക്കുന്നോ? ചോദിക്കാം. അലീനയെ ഹെൽപ്പ് ചെയ്യാൻ അമ്മയ്ക്കും അനിയനും ആൻസർ അറിയാമോ? അല്ലെങ്കിൽ ഓഡിയൻസിന് ആർക്കെങ്കിലും? അവിടെ നമ്മുടെ വിൻസെന്റ് കൈപൊക്കിയിട്ടുണ്ട്. ഓടി വായോ. ആൻസർ എന്താണ്? AD 25. ആ ഉത്തരം ഉറപ്പിക്കുകയാണോ? ഉറപ്പിക്കാം. ആൻസർ കറക്റ്റ് ആണോ നോക്കാം. നോക്കാം. വിൻസെന്റ് സഹായിച്ചത് കൊണ്ട് അലീനയ്ക്ക് ഒരു ചോദ്യത്തിന് കറക്റ്റ് ആൻസർ കിട്ടി. നമുക്ക് ആ സമ്മാനം കൊടുത്താലോ അലീനയ്ക്ക്? വിൻസെന്റ് തന്നെ ആ സമ്മാനം എടുത്ത് അലീനയ്ക്ക് കൊടുത്തോളൂ. ഇനി ഒരു ജനറൽ ചോദ്യം കൂടിയാണ് ബാക്കിയുള്ളത്. ഇനി സഹായമൊന്നുമില്ല, ഒരു സഹായമേ നമുക്ക്. പോരെ? ജനറൽ ക്വസ്റ്റ്യൻ എന്തായാലും ആൻസർ പറയില്ലേ? പക്ഷെ അതിന് മുൻപ് നമുക്ക് നമ്മുടെ ഓഡിയൻസിന് ഒരു ചോദ്യം കൊടുത്താലോ? കൊടുക്കാം. കഴിഞ്ഞ ഓഡിയൻസ് റൗണ്ടില്ലേ ഒത്തിരി പേര് കൈപൊക്കിയായിരുന്നു. പക്ഷെ എല്ലാവർക്കും നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഇതേപോലെ തന്നെ എല്ലാവരും കൈപൊക്കും. അതിലൊരാൾക്ക് എന്തായാലും നമ്മുടെ പ്രേക്ഷിത വാഹനയിൽ നിന്ന് സമ്മാനം മേടിക്കാനുള്ള അവസരവും കിട്ടും. ചോദിച്ചോട്ടെ? എളുപ്പമുള്ളൊരു ചോദ്യമാണ്. താമരശ്ശേരി ഫൊറോനയിൽ എത്ര പള്ളികളാണ് ഉള്ളത്? അവിടെ 2 പേര് കൈപൊക്കി, ഒരാൾ എണീറ്റ് നിന്നു. ഇതൊരു കാര്യം ചെയ്യാലോ,
നമുക്ക് എന്താ ചെയ്യണ്ടേ? ആൻസർ പറഞ്ഞ കുട്ടീനെ വിളിക്കാല്ലേ? വിളിച്ചോട്ടെ. വിൻസെന്റിന് സമ്മാനം കിട്ടി. വിൻസെന്റ് ആണ് കൈപൊക്കിയത്. വിൻസെന്റിന് സമ്മാനം കിട്ടിയതല്ലേ? അവിടെ ഒരു ചേച്ചിയും കൈപൊക്കിയായിരുന്നു. എല്ലാവർക്കും ഉത്തരം അറിയാൻ തോന്നുന്നു. കുട്ടീനെ വിളിക്കാല്ലേ? ചേച്ചിയും പറഞ്ഞു കുട്ടീനെ വിളിച്ചോളാൻ. അങ്ങനെ പോരെ? നമ്മൾ ആൻസർ കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് പറയേണ്ട താമസം ഉണ്ടായില്ല. കൈ അടിച്ചു അവിടെ. ഉത്തരം ശരിയാണല്ലേ? എന്നാ പിന്നെ നല്ലൊരു കൈയടി കൊടുത്തോ. വയലട, തലയാട്, കട്ടിപ്പാറ, ചമൽ, കാക്കവയൽ, കൂമുള്ളി, മയിലെല്ലാംപാറ, വള്ളിയാട്, ചിപ്പിലിത്തോട്, നൂറാംതോട്, പുതുപ്പാടി, ഈങ്ങാപ്പുഴ, കൂടത്തായി, താമരശ്ശേരി, ബാലുശ്ശേരി. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിടുക്കിക്ക് സമ്മാനം കൊടുത്താലോ? ഇനി നമുക്ക് ഒരു ജനറൽ ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കിയാലോ? തലയാട് ഇപ്പോഴുള്ള ദേവാലയം പണി കഴിപ്പിക്കപ്പെട്ടത് ഏത് വർഷം? നേതൃത്വം നൽകിയ വൈദികൻ ആര്? ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. തലയാട് ഇപ്പോഴുള്ള ദേവാലയം പണി കഴിപ്പിക്കപ്പെട്ടത് ഏത് വർഷം? നേതൃത്വം നൽകിയ വൈദികൻ ആര്? ഉത്തരം ഉറപ്പില്ല. 1950 ആണെന്ന് തോന്നുന്നു വർഷം. വേറെ ഏതെങ്കിലും വർഷം കറക്റ്റ് ആയിരിക്കും? 1950? അറിയില്ല. നേതൃത്വം നൽകിയ വൈദികൻ ആരാണെന്ന് അറിയാമോ? ഇല്ല. അറിയില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ 1950 വൈദികൻ ആരാണെന്ന് പറഞ്ഞു നോക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ആൻസർ? ഇല്ല. ഇല്ല. അപ്പൊ 1950 എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആണോ നോക്കിയാലോ? നോക്കാം. 1981 ഫാദർ സിറിയക് ചെമ്മാഴം. ആൻസർ തെറ്റിപ്പോയി. വിഷമമുണ്ടോ? ആ സമ്മാനം എന്തായാലും ഞങ്ങൾ കൊണ്ടുപോകാണ്. പക്ഷേ മെമൻറ്റോ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ആ നേടിയിരിക്കുന്ന സമ്മാനങ്ങളുമായിട്ടാണ് അലീന മടങ്ങാൻ പോകുന്നത്. താഴേക്ക് പോരെ സമ്മാനങ്ങളുമായിട്ട്. ഈ സമ്മാനങ്ങളൊക്കെ ഒന്ന് പിടിച്ച് സഹായിക്കാനായിട്ട് നമുക്ക് ആരെ വിളിക്കണം? അമ്മയെ വിളിക്കാം. അതുപോലെ തന്നെ അലീനയുടെ കൂടെ വന്നിരിക്കുന്ന മറ്റെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈഡി അവർക്കും കൊടുത്തേ. രണ്ട് പാർട്ടിസിപ്പൻസിനെ ബാക്കി നിർത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നല്ല സമരിയാക്കാരന്റെ ഉപമ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ വചനഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു: ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ആ 2 ധനാറുകൾ തീർന്നുപോയോ? അപരന് സ്നേഹ ശുശ്രൂഷകൾ ചെയ്യുവാൻ അവൻ നിനക്ക് നൽകിയ ധനാറകൾ തുരുമ്പെടുത്തു തുടങ്ങിയോ? അതോ അവയെല്ലാം കൊടുത്തു തീർന്നിട്ട് കടം വാങ്ങി ആവശ്യങ്ങൾ കാണാൻ തുടങ്ങിയോ? എന്ത് തന്നെയായാലും അവസാന നാളുകളിൽ അവിടുന്ന് വരുമ്പോൾ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകൾ